വചനമൊഴി ഫെബ്രുവരി 6. വചനഭാഗം എഫേസൂസ് 6:10-17, മർക്കോസിന്റെ സുവിശേഷം 9:33-37. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോയും ശിഷ്യരും പിന്നീട് കഫർനാമിലെത്തി. ഈശോ വീട്ടിലായിരുന്നപ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ച് അവരോട് പറഞ്ഞു, ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എല്ലാവരിലും അവസാനത്തെയാളും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കട്ടെ. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ളൊരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോയും തന്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് തർക്കിച്ചിരുന്നത്? അവരുടെ തർക്കം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെ കുറിച്ചായിരുന്നു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരുടെയും അവസാനത്തെ ആളും ശുശ്രൂഷകനുമാകണം. ശുശ്രൂഷയിലൂടെയാണ് ഒരുവന്റെ മഹത്വം അറിയപ്പെടുന്നത് എന്നാണ് ഈശോ പറയുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന ശുശ്രൂഷ അതെപ്രകാരം ചെയ്യുന്നു, ആ ശുശ്രൂഷയിലുള്ള സമർപ്പണവും ശുശ്രൂഷയിലൂടെ എല്ലാവരും സ്വീകരിക്കുന്നതുമാണ് ഒരുവനെ മഹത്വമുള്ളവനാക്കി മാറ്റുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മഹത്വം അവന്റെ ശുശ്രൂഷയാണ്. ഈശോ ഒരു ശിശുവിനെ എടുത്ത് കരങ്ങളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലൊരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ശിശുവിനെ സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവൻ കർത്താവിന് നൽകുന്ന ശുശ്രൂഷയാണ്. ഏറ്റവും എളിയവരിൽ ഒരുവന് ചെയ്യുന്നത് പോലും എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഈശോ പറഞ്ഞത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന ഓരോ ചെറിയ ശുശ്രൂഷകളും ഈശോയ്ക്കുള്ള ശുശ്രൂഷയാണ്. ഈശോയിലൂടെ ദൈവപിതാവിന്റെ പക്കൽ സമർപ്പിക്കുന്ന ശുശ്രൂഷയാണ് എന്ന തിരിച്ചറിവിലേക്ക് വരണമെന്ന് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ആ വചനം തന്നെയാണ് ഇവിടെയും യാഥാർത്ഥ്യമാകുന്നത്. എളിവനായ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ, എളിവനായ ഒരു ശിശുവിന് ശുശ്രൂഷ ചെയ്യുന്നവൻ ഈശോയ്ക്ക് തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്ന ശുശ്രൂഷയുടെ മനോഭാവവും എളിമയുടെ മനോഭാവവും നമുക്ക് ലഭിക്കുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ മനോഭാവവും എളിമയുടെ മനോഭാവവും ഉള്ളവരായി മാറുവാനുള്ള കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.